നമസ്തേ. മാടത്തെ തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എഴുത്തുകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനും ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭനും ബഹുമുഖ എഴുത്തുകാരനുമായിരുന്ന മലയാളത്തിൻ്റെ സ്വന്തം MT. മലയാള സിനിമകളുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു ശ്രീ MT. 7 സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം 54 സിനിമകൾക്ക് തിരക്കഥ എഴുതി. 1995 മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിച്ചു. 2025 ഇന്ത്യയിലെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. തൻ്റെ ജീവിതത്തിലെ ആദ്യകാല വൈകാരിക അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ നോവലുകളിലേക്ക് മിക്കതിലും കടന്നുവന്നു. അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും മലയാള കുടുംബഘടനയെയും സംസ്കാരത്തെയും അടിസ്ഥാനമാക്കിയുള്ളവയാണ്. MTയുടെ ചില പ്രശസ്തമായ എഴുത്തുകൾ നമുക്ക് പരിചയപ്പെടാം. 1958 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായിരുന്നു നാലുകെട്ട്. കൂടല്ലൂരിലെ ഒരു നായർ കുടുംബത്തിലെ അപ്പുണ്ണി എന്ന ചെറുപ്പക്കാരൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1950-70 കാലഘട്ടത്തിലെ കേരളീയ ജീവിതമാണ് കാലം എന്ന നോവലിൻ്റെ കഥാതന്തു. സേതുമാധവൻ എന്ന വള്ളുവനാടൻ യുവാവിലൂടെ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി വ്യക്തമാക്കുന്ന കാലത്തിന് 1969 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർ രചിച്ച നാടകമാണ് ഗോപുരനടയിൽ. 1982 നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ ഒരേയൊരു നാടകമാണെന്ന പ്രത്യേകതയും ഈ കൃതിക്കുണ്ട്. മഹാഭാരത കഥ ആസ്പദമാക്കി MT രചിച്ച വളരെ പ്രശസ്തമായ ഒരു നോവലാണ് രണ്ടാമൂഴം. ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. 5 മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠിരനോ കഴിഞ്ഞ് രണ്ടാമൂഴമേ ലഭിക്കുന്നുള്ളൂ. പാഞ്ചാലിയുടെ കാര്യത്തിലും ഇത് തുടരുന്നു. ഇതാണ് ഈ പേരിനു പിന്നിൽ. 1985 വയലാർ അവാർഡ് നേടിയ നോവലാണ് രണ്ടാമൂഴം. ഇത് MTയുടെ മാസ്റ്റർ പീസ് എന്നും അറിയപ്പെടുന്നു. MT രചിച്ച ചെറുകഥയാണ് സ്വർഗം തുറക്കുന്ന സമയം. 1986 ചെറുകഥാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതി നേടിയിട്ടുണ്ട്. 1964 പ്രസിദ്ധീകരിച്ച പ്രശസ്തമായ നോവലാണ് മഞ്ഞ്. നൈനിത്താൾ താഴ്വരയുടെ പശ്ചാത്തലത്തിൽ ബോർഡിംഗ് സ്കൂൾ ടീച്ചറായ വിമല ദേവിയിലൂടെ തൻ്റെ അതൃപ്തിയുടെ ശീതകാലം അപ്രത്യക്ഷമാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ നോവലിലുള്ളത്. കിഴക്കേ മുറി എന്ന സാങ്കല്പിക ഗ്രാമത്തിലൂടെ അഭിമാനിയായ ഗോവിന്ദൻകുട്ടി എന്ന നായകൻ അനുഭവിക്കുന്ന സാമൂഹിക അനീതികളും തൻ്റെ ആന്തരിക ബോധവുമാണ് അസുരവിത്ത് എന്ന 1962 പുറത്തിറങ്ങിയ MTയുടെ നോവലിൻ്റെ കഥാതന്തു. എവിടെയോ ആരംഭിച്ച് മറ്റെവിടെയോ അവസാനിക്കുന്ന ജീവിതയാത്രയെ സമഗ്രമായി അപഗ്രഥിക്കുന്ന MTയുടെ നോവലാണ് വിലാപയാത്ര. അച്ഛൻ്റെ ശവദാഹത്തിന് നാട്ടിലെത്തുന്ന 4 മക്കളുടെ ചിന്തയാണ് ഈ നോവലിലുള്ളത്. രാജൻ, അപ്പു, കുട്ടേട്ടൻ, ഉണ്ണി എന്നിവരാണ് ഈ പ്രശസ്തമായ കഥാപാത്രങ്ങൾ. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും നാട്ടിൽ നിൽക്കാൻ 4 മക്കൾക്കും സാധിക്കില്ലായിരുന്നു. അച്ഛൻ്റെ വിലാപയാത്രയുടെ നാടകത്തിലെന്ന പോലെ മക്കൾ അഭിനയിക്കുകയാണ്. ഒരു ചെറിയ പട്ടണത്തിൽ നടക്കുന്ന വലിയ കഥയാണ് അറബിപ്പൊന്ന് എന്ന നോവലിൻ്റെ പ്രമേയം. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്നെഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. 2 പ്രമുഖ എഴുത്തുകാർ ചേർന്നെഴുതിയ മലയാളത്തിലെ ആദ്യ നോവൽ. രണ്ടാമൂഴത്തിനു ശേഷം MT വാസുദേവൻ നായർ എഴുതിയ നോവലാണ് വാരണാസി. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടി വാരണാസിയിലെത്തുന്ന സുധാകരൻ എന്ന മലയാളി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ബിന്ദുവിലെത്തി നിൽക്കുമ്പോൾ ഭൂതകാലത്തിൽ നിന്നും പതിരും കതിരും പെറുക്കിയെടുത്ത് സ്നേഹത്തിൻ്റെ അർത്ഥവും രതിയും യുവത്വവും ഭക്തിയും ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളും സങ്കീർണതകളുമെല്ലാം ഉടലോടെ ത്രസിച്ചുണരുകയാണിവിടെ. MTയുടെ ചെറുകഥയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. MTയുടെ തിരഞ്ഞെടുത്ത കഥകളെന്ന കഥാസമാഹാരത്തിലാണ് ഈ ചെറുകഥ ഉൾപ്പെട്ടിരിക്കുന്നത്. ബുദ്ധിവൈകല്യം സംഭവിച്ച വേലായുധൻ എന്ന 21 വയസ്സുകാരൻ്റെ കഥയാണിത്. വേലായുധനിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. മറ്റുള്ളവരവനെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തുമ്പോൾ അവൻ തനിക്ക് ഭ്രാന്തില്ലെന്ന് മനസ്സിലാക്കുന്നു. തലമുറകളിലൂടെ ദീർഘമാവുന്ന ഹൃദയ നൊമ്പരങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന കഥകളാണ്.
നീലക്കടലാസ്, നുറുങ്ങുന്ന ശൃംഖലകൾ, ഒരു പിടി കുന്നിക്കുരു, ഒരു ദിവസം കഴിഞ്ഞു, ഓളവും തീരവും എന്നീ 5 കഥകളുടെ സമാഹാരമാണ് ഓളവും തീരവും. കുട്ടിയടത്തി. സാധാരണ ലോകം പടിയടച്ച് പുറത്താക്കിയ മനുഷ്യാത്മാക്കൾക്കുള്ള എഴുത്തുകാരൻ്റെ തിരുവെഴുത്തുകളാണ് ഈ കഥകൾ. മനുഷ്യജീവിതമെന്ന മഹാനൊമ്പരത്തെക്കുറിച്ച് മലയാള ഭാവനയിലുണ്ടായ ഏറ്റവും നല്ല കഥകളിൽ ചിലത്. വായനക്കാരുടെ മനസ്സിൽ കുടിപാർത്തു കഴിഞ്ഞ കുട്ടിയടത്തി, അന്തിവെളിച്ചം, കടലാസു തോണികൾ, കരിയിലകൾ മൂടിയ വഴിത്താരകൾ, സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്നീ 5 പ്രശസ്തമായ കഥകൾ. ജീവിതത്തിൻ്റെ വാരിക്കുഴിയിൽ വീണുപോയ മനുഷ്യർക്ക് ലഭിക്കുക ഖേദത്തിൻ്റെ ഇരുണ്ട പാനീയമാണെന്ന് ഈ കഥകൾ വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നു. എം.ടിയുടെ വാരിക്കുഴി. ഉള്ളിൽ സ്നേഹസാഗരമിരമ്പുമ്പോഴും വിലക്കുകളും വേർപാടുകളും വിധിയായ മനുഷ്യരാണ് ഈ കഥകളിൽ. എന്നാൽ ചിലപ്പോൾ ഏതോ ഒരു മനുഷ്യൻ്റെ മരണശുശ്രൂഷയിൽ പങ്കെടുത്ത് അവരിലൊരാൾ മനുഷ്യൻ എന്ന പദത്തെ മഹത്വപ്പെടുത്തുന്നു. വാരിക്കുഴി, കർക്കിടകം, മരണം, കറുത്ത ചന്ദ്രൻ, അഭയം എന്നീ കഥകളുടെ സമാഹാരമാണ് മറവികളോടെ അകലെ എന്നു പറയുന്ന കഥകൾ. പതനം. മനുഷ്യാനുഭവത്തിൻ്റെ അനന്ത വൈചിത്ര്യം കൊണ്ട് മനം നിറയ്ക്കുന്ന 4 കഥകൾ. ഇനിയും പല കഥാകാലങ്ങളെ അഭിമുഖീകരിക്കാൻ തക്ക ഉൾക്കരുത്തുള്ളവ. വായനയെ അനുഭൂതിധന്യമാക്കുന്ന പതനം. കുറുക്കൻ്റെ കല്യാണം, ജോക്കർ, മഹാനഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നീ കഥകളുടെ സമാഹാരമാണ് പതനം. എം.ടിയുടെ ബന്ധനം. 5 കഥകളുടെ സമാഹാരമാണിത്. ബന്ധനം, ഭീരു, നീലക്കുന്നുകൾ, മുൾക്കിരീടം, ശാന്തിപർവം എന്നിവയാണിവ. എം.ടിയുടെ എല്ലാ രചനകളെപ്പോലെ തന്നെയാണിവയും മനുഷ്യ മനസ്സിൻ്റെ വികാര തീവ്രതകൾ അടയാളപ്പെടുത്തുന്നവ. പ്രണയം സമ്മാനിക്കുന്നത് സുഖകരമായ ഓർമ്മകൾ മാത്രമാണോ? യൗവനത്തിലെ പാളിച്ചകൾ മനുഷ്യരുടെ ജീവിതമാകെ തകർക്കുന്നു. ജീവിത യാഥാർത്ഥ്യത്തോടെ ഒട്ടിനിൽക്കുന്ന നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. മനസ്സിനെ തൊട്ടുണർത്തുന്ന ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ചൈതന്യവത്തായ ആവിഷ്കാരമാണ് ഈ നോവൽ. എം.ടിയുടെ ഏറെ പ്രശസ്തമായ 6 കഥകളാണ് നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന ഈ കൃതിയിൽ സമാഹരിച്ചിട്ടുള്ളത്. ഒരു പിറന്നാളിൻ്റെ ഓർമ്മ, വളർത്തുമൃഗങ്ങൾ, നിൻ്റെ ഓർമ്മയ്ക്ക്, മരണത്തിൻ്റെ കൈത്തറ്റ്, കോട്ടയുടെ നിഴൽ, ഓപ്പോള് എന്നീ കഥകളെല്ലാം വായനക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട എം.ടി കഥകളിൽ ഉൾപ്പെടുന്നു. 1992 പുറത്തിറങ്ങിയ ഒരു കഥാസമാഹാരമാണ് വാനപ്രസ്ഥം. 4 കഥകളാണ് വാനപ്രസ്ഥം എന്ന സമാഹാരത്തിലുള്ളത്. വാനപ്രസ്ഥം, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, സുകൃതം, പെരുമഴയുടെ പിറ്റേന്ന് എന്നിവയാണിവ. അധ്യാപകനും ശിഷ്യനും തമ്മിലുള്ള വികാരനിർഭരമായ കൂടിക്കാഴ്ചയാണ് വാനപ്രസ്ഥം എന്ന കഥ. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായ ഒരു അധ്യാപകനും വിനോദിനി, കുമാരൻകുട്ടി, അമ്മാളു എന്നീ കഥാപാത്രങ്ങളെത്തുന്നു. ദാരുസ്സലാം. അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം, സ്ഥലപുരാണം, ചുവന്ന മണൽ, 12 വർഷം, ഉറങ്ങിയ പൂക്കൾ, ദാരുസ്സലാം, അവർ, ശത്രു, രേഖയില്ലാത്ത ചിത്രം, ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്നീ 9 കഥകളുടെ സമാഹാരമാണ് ദാരുസ്സലാം. രക്തം പുരണ്ട മൺതരികൾ. മലയാള കഥയ്ക്ക് മനുഷ്യ മനസ്സിലേക്കുള്ള വാക്കുകളുടെ പ്രകാശജാലകങ്ങൾ പണിത കഥകളാണ് ഈ പുസ്തകത്തിൽ. മലയാളിയുടെ എന്നത്തെയും വലിയ കഥാകാരനായ എം.ടിയുടെ സഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ച ആദ്യകാല കഥകൾ. ജീവിതം നൽകിയ ഉഷ്ണം കുടിച്ച് അന്തർമുഖരായിപ്പോയ മനുഷ്യരാണ് ഈ കഥകളിൽ. എന്നാൽ അവർ മനസ്സു തുറക്കുമ്പോൾ മനുഷ്യബന്ധങ്ങളുടെ മഹാരഹസ്യങ്ങൾ നാം കണ്ട് അത്ഭുതപ്പെടുന്നു. 16 കഥകൾ. രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, വേദനയുടെ പൂക്കൾ എന്നീ 3 പുസ്തകങ്ങളായി സമാഹരിച്ചിട്ടുള്ള കഥകളാണിവ. ആൾക്കൂട്ടത്തിൽ തനിയെ. യാത്രാനുഭവാഖ്യാനം. എം.ടിയുടെ അമേരിക്കൻ യാത്രാനുഭവങ്ങൾ, ദേശക്കാഴ്ചകൾ വരച്ചിടുകയല്ല. അമേരിക്കൻ യാത്രയിൽ കണ്ട വ്യക്തികളെയും അവിടുത്തെ ജീവിതത്തെയും കുറിച്ചുള്ള വൈയക്തികാനുഭവങ്ങൾ പകർന്നു നൽകുകയാണ് എം.ടി ഈ നോവലിലൂടെ. 1.5 മാസത്തോളം നീണ്ടുനിന്ന അമേരിക്കൻ ജീവിതത്തെ ഓർത്തെടുക്കുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു യാത്രാനുഭവവും വായനക്കാർക്ക് ഒരു പ്രത്യേക അനുഭൂതിയും നൽകുന്നു. കാലത്തിൻ്റെ കൂടിക്കലർപ്പുകളും ജീവിതത്തിൻ്റെ സമസ്യകളും എഴുത്തിൽ പകർത്തി വായനക്കാരെ അത്ഭുതപ്പെടുത്തിയ സാഹിത്യകാരനാണ് ശ്രീ എം.ടി. വാസുദേവൻ നായർ. എഴുതുന്നതെന്തും കവിതയാക്കി മാറ്റുന്ന രചനാ നിപുണത കാലദേശങ്ങൾക്കപ്പുറം എം.ടിയെ വായനക്കാരുടെ സ്വന്തം എഴുത്തുകാരനാക്കി മാറ്റുന്നു. മനസ്സിനെ അമ്പരപ്പിക്കുന്ന ആത്മനൊമ്പരങ്ങളുടെ പകർത്തെഴുത്തായിരുന്നു എം.ടിയുടെ ഓരോ കഥകളും. അക്ഷരങ്ങളുടെ നാലുകെട്ടിൽ നിന്നും പടിയിറങ്ങി എം.ടി. മലയാളത്തിൻ്റെ മഹാപ്രതിഭയ്ക്ക് കണ്ണീർ പ്രണാമം.